വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി. അതിൻ്റെ ഓരോ പാർട്ടുകളും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ്, സ്ഥാനമാറ്റവും പദമാറ്റവും. ടേംസ് എന്ന് വെച്ചാൽ പദം, പൊസിഷൻ എന്ന് വെച്ചാൽ സ്ഥാനം. ഇതൊക്കെ മാറുമ്പോൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഞാൻ കുറച്ച് ഇട്ടതാ, എന്നാലും കുറേ കൂടെ അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല. ഇവിടെ നോക്കുന്നില്ല, ഫൈൻഡ് ദ 10th ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. 10ാം പദം, 10th ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. നോക്കിക്കേ, 19, 28, 37 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എത്ര നിങ്ങളെ? 19, 19, 28, 37 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഇതിൻ്റെ എത്രാം പദം കാണാനാണ്? 10ാം പദം കാണാനാണ്. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ എന്ത് എഴുതണം? ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. സൈഡിൽ ദാണ്ട് ഇങ്ങനെ എഴുതും നിങ്ങൾ. അപ്പോൾ നമുക്ക് തെറ്റത്തില്ല കേട്ടോ. ഞാൻ ഈ പറയുന്നതെല്ലാം തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിന് എളുപ്പവഴി നമുക്കല്ലാതെ അങ്ങ് എഴുതാം. എന്നാലും ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട് 19 സെക്കൻഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ എഴുതാൻ എന്ത് ബുദ്ധിമുട്ട് അല്ലേ. സെക്കൻഡ് ടേം, രണ്ടാം പദം തന്നിട്ടുണ്ട് 28. അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുകൂടായോ? എന്താ, രണ്ടാം ടൈമിൽ അടുത്തടുത്ത് കിടക്കുന്ന രണ്ടാം പദത്തിൽ നിന്നും ഒന്നാം പദം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കിട്ടും. അതായത് 28 മൈനസ് 19 അല്ലേ. രണ്ടാം പദത്തിൽ നിന്നും ഒന്നാം പദം കുറച്ച് കഴിയുമ്പോൾ എത്ര നിങ്ങളെ? 28 നിന്ന് 19 പോയി കഴിഞ്ഞാൽ 9 എത്ര? 9. ഇനി അത് തന്നെയാണോ നമുക്ക് അടുത്തതും കിട്ടുന്നത്? 37 മൈനസ് 28 അത് തന്നെയാണോ? കാരണം ഇവിടെ വന്ന 9 തന്നെ ആവണമെന്നില്ല ഇപ്പുറത്ത് വന്നത് കേട്ടോ. കോമൺ ഡിഫറൻസ് ഒന്ന് തന്നെ ആവണമെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ. 37 നിന്ന് 28 പോയാലും എന്താ നിങ്ങളെ? 9. അപ്പോൾ നമുക്ക് മനസ്സിലായി കോമൺ ഡിഫറൻസ് അവിടെ 9 തന്നെയാണ്. കോമൺ ഡിഫറൻസ് കാണാൻ പഠിച്ചല്ലോ, അറിയാം. എന്നാലും സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ എന്താണോ കിട്ടുന്നത് അതാണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചാൽ 10ാമത്തെ പദം. അപ്പോൾ 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി, ബാക്കി അറിയത്തില്ല. 10ാം പദം ഏതാണ്? ഇതിന് എന്താ ഫസ്റ്റ് പദം നമുക്കുണ്ട് അല്ലേ കുഞ്ഞുങ്ങളെ? 19 ഉണ്ട് അല്ലേ. 19ൻ്റെ കൂടെ നമ്മൾ എത്രയും കൂടെ കൂട്ടി? 9 കൂടെ കൂട്ടിയപ്പോഴാണ് 28 വന്നത് അല്ലേ. 28ൻ്റെ കൂടെ എത്രയും കൂടെ കൂട്ടിയപ്പോഴാണ്? 9 കൂടെ കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? 37 വന്നത്. അങ്ങനെ നമ്മൾ കൂട്ടി എത്ര വരെ വരണം? 10ാം പദം വരെ വരണം. 10ാമത്തെ പദം എന്താണെന്ന് അറിയണം കേട്ടോ. അതിന് ഒരു എളുപ്പവഴിയുണ്ട്. എന്താണെന്നറിയാമോ? a⁻n = a + n - 1 × d എന്ന ഇക്വേഷൻ എഴുതിയാൽ മതി കേട്ടോ. എളുപ്പ വഴിയാട്ടോ. നോക്കണേ നിങ്ങളെ. എന്ന് വെച്ചാൽ എത്രാം പദമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നതിനാണ്. എത്ര? 10ാം പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കേണ്ടത് അത് അവിടെ എന്നിൻ്റെ അവിടെ ഇട്ട് കൊടുക്കുക. ഇനി എന്ന് വെച്ചാൽ ഫസ്റ്റ് പദം. ഫസ്റ്റ് ടേം എത്ര നിങ്ങളെ? 19. സംശയമില്ലല്ലോ. ഫസ്റ്റ് ടേം എന്നാണ് എന്ന് ഉദ്ദേശിക്കുന്നത് 19 പ്ലസ് n എത്രയാണ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എഴുതി എത്രാമത്തെയാണ്? 10ാമത്തെ -1. ഇതറിയാവുന്നവർക്ക് എളുപ്പം ഈ കണക്ക് ചെയ്യാൻ പറ്റും. ഡി നമ്മളിപ്പോൾ കണ്ടു 9. ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ? അതായത് an എന്ന് വെച്ച് കഴിഞ്ഞാൽ n എന്ന് വെച്ചാൽ എത്രാം പദമെന്ന്, ഇവിടുത്തെ എത്രാമത്തെ പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 10ാമത്തെ. അതുകൊണ്ട് ഇവിടെ 10 കേട്ടോ. അപ്പം 19 പ്ലസ് 10 - 1 എത്രയാണ്? 9 × 9 = 19 പ്ലസ് 9 × 9 81. 19ഉം 81 കൂടെ കൂട്ടുമ്പോൾ എത്ര? 81ഉം 19 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 100 വരുന്നത് അല്ലേ. അപ്പോൾ ആൻസർ 100. 10ാം പദം നമുക്ക് കിട്ടുന്നത് 100. ഇപ്പം പിടികിട്ടിയോ? എളുപ്പമല്ലേ അങ്ങനെ എഴുതാൻ? ഇങ്ങനെ എഴുതാമെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങളങ്ങ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇത് ഓക്കെ ആണോ? അടുത്ത നമ്മളോട് ചോദിച്ചു നോക്കിയേ, ദ 4th ടേം ഓഫ് ആൻ അരിതിൽ. ഞാൻ കുറേ നിങ്ങളെ ചെയ്യിപ്പിച്ച ഈ ചോദ്യം കാണുമ്പോഴേ ചിലവർക്ക് ചാടിക്കയറി എഴുതാൻ പറ്റും അല്ലേ. എന്താ നിങ്ങളെ? 4th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് 45. 4th ടേം എത്ര നിങ്ങളെ? എളുപ്പവഴിയാട്ടോ. 4th ടേം നമുക്ക് തന്നിട്ടുണ്ട് 45. ഇനി എത്രയാന്നേ? 5th ടേം. അടുത്തടുത്ത 2 ടേമാണ് നമുക്ക് തന്നിരിക്കുന്നത്. 5th ടേം നമുക്ക് തന്നിട്ടുണ്ട് 56 അല്ലേ. നമ്മൾ ആ ഇക്വേഷൻ പഠിച്ച കോമൺ ഡിഫറൻസ് കാണാം അല്ലേ. കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യണം? നമ്മുടെ ടേമിൻ്റെ ഡിഫറൻസ് ബൈ പൊസിഷൻ്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. അതങ്ങനെയൊക്കെ പറഞ്ഞാൽ അറിയാമോ? ഈ ടേമിനുണ്ടാകുന്ന ഡിഫറൻസ്, അതായത് നമുക്ക് എത്ര? 5th ടേം അടുത്തടുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. 5th ടേം മൈനസ് 4th ടേം. 5th ടേമിൽ നിന്ന് 4th ടേം മൈനസ് ചെയ്തിട്ട് അതിൻ്റെ ഏതാ? 5/4. 5 ബൈ എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, സോറി കേട്ടോ. 5 - 1 ആണ്. 4. അതായത് ഇതിൽ നിന്നും ഇത് കുറയ്ക്കുക, ഇതിൽ നിന്നും ഇത്. ഞാൻ നേരത്തെ ഇട്ട ലിങ്ക് കണ്ടവർക്ക് ഇത് എളുപ്പം മനസ്സിലാവും. അപ്പോൾ 5th ടേം എത്ര ആവും നിങ്ങളിവിടെ? 5ാം പദം എത്രയാണ്? 56 മൈനസ് 4ാം പദം ഏതാണ്? 45 ബൈ 5 - 4 1.
അപ്പം 56 മൈനസ് 45 എന്ന് പറയുന്നത് എത്ര? 56 45 പോയാൽ 11 കുഞ്ഞുങ്ങളെ കേട്ടോ, ബൈ 1, അതായത് 11/1. അപ്പോൾ അതായത് 11 തന്നെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിഫറൻസ് കിട്ടി, 11 കിട്ടി. അപ്പോൾ മനസ്സിലായി. ഇതൊക്കെ എളുപ്പ വഴിയിൽ എങ്ങനെ ചെയ്യാവുന്ന കേട്ടോ. ഇങ്ങനെ ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ, അതായത് നമുക്ക് 4-ാം പദവും തന്നിട്ടുണ്ട്, 5-ാം പദവും തന്നിട്ടുണ്ട്, 1, 2, 3 ഒന്നും തന്നിട്ടില്ലെന്ന് അത് കണ്ടുപിടിക്കണം. മനസ്സിലായോ? നമ്മൾ ആദ്യം തൊട്ട് നോക്കാമെങ്കിൽ നിങ്ങൾ ഓരോ സ്റ്റെപ്പുകൾ ഓരോന്നും എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് അറിയാൻ പറ്റും കുഞ്ഞുങ്ങളെ. ഇവിടെ 1, 2, 3 ഫസ്റ്റും സെക്കൻഡും ടേമും പദങ്ങൾ നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കാനാണ്. ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ നമുക്കിവിടെ എത്രാമത്തെ പദം കിട്ടി? 5th ടേമും നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. D = 2 എന്ന് എഴുതണം കേട്ടോ. D ആണ് ഇപ്പം നമുക്ക് കണ്ടുപിടിച്ചത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയേ 1, 2, 3, 4, 5. ഇവിടെ നമുക്ക് എത്രാം പദം? 5-ാമത്തെ. 1, 2, 3, 4, 5-ാമത്തെ പദം ഉണ്ട്. എത്ര കുഞ്ഞുങ്ങളെ? 5-ാം പദം 56 ഉണ്ട്, 4-ാം പദം 45 ഉണ്ട് അല്ലേ? കോമൺ ഡിഫറൻസ് എത്ര പറഞ്ഞത്? 11 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 11 കുറച്ച് ഇങ്ങനെ എഴുതിയാലും നമുക്ക് കിട്ടും അല്ലേ? 45-ൽ നിന്ന് 11 പോലെ എത്ര? 34 ആണ് കേട്ടോ. 34-ൽ നിന്ന് 11 കുറച്ചാൽ എത്ര? 23 ആണ്. 23-ൽ നിന്ന് 11 കുറച്ചാൽ 12 ആണ്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. ഇതിപ്പം നമുക്ക് കിട്ടിയ കോമൺ ഡിഫറൻസ് D അല്ലേ? കോമൺ ഡിഫറൻസ് കുറച്ച് എഴുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ എഴുതിയാൽ മതി. നമുക്ക് 1-ാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം. എത്രാമത്തെ ടേം ഉണ്ട് നമ്മുടെ കയ്യിൽ? 4-ാമത്തെ ടേം ഉണ്ട്. അപ്പോൾ 4th ടേമാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകെ കിടക്കുന്ന അടുത്ത് എടുക്കണ്ട അല്ലേ? 3 × D. ഇവിടെ ഓരോന്നും വരുന്ന ഓർത്തോടെ കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് ടേമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, 1-ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് തന്നിരിക്കുന്ന 4th ടേം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 4th ടേം മൈനസ് ഇപ്പോൾ നമ്മൾ 5 ആണെങ്കിൽ 5ൻ്റെ തൊട്ട് പുറകെ കിടക്കുന്ന 4 ആയി ഇവിടെ എഴുതണ്ടേ. ഇവിടെ 10-ാമത്തെ ആണെങ്കിൽ ഇവിടെ 9 ആയി. 1 കുറച്ച് വേണം എപ്പോഴും ഇവിടെ എഴുതാൻ കേട്ടോ, എന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് പുറകെ കിടക്കുന്നത്. അപ്പോൾ 4th ടേം നമുക്ക് ഇവിടെ എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? 45 കിട്ടി. മൈനസ് 3 × D നമുക്ക് കിട്ടി 11 അല്ലേ? അപ്പം 45 മൈനസ് 3 × 11 33 ആണ്. 45 മൈനസ് 33 എത്ര കുഞ്ഞുങ്ങളെ? 45-ൽ നിന്ന് 33 പോയാൽ 12 ആണ്. ഫസ്റ്റ് ടൈം 12 ആണ്. ആ 12 തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയത് കേട്ടോ. നമ്മൾ ഇങ്ങനെ അറിയാൻ വേണ്ടി എഴുതി വെച്ചതാണ്. എന്താ? ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഇതൊരു ഇക്വേഷനാണ്, ഇങ്ങനെ തന്നെ എഴുതിയെങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. എല്ലാം എളുപ്പവഴിയാണെന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ. The 4th term of an arithmetic sequence is 65. നോക്കണേ, ഞാൻ എളുപ്പത്തിന് വേണ്ടി എന്ന് വെച്ചാൽ ഒരുപാട് ലാഗടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങ് എഴുതി വെച്ചോ നിങ്ങളെ. 4th term of an arithmetic sequence is 65. 4-ാം പദം 65 അല്ലേ? 4-ാം പദം 65. പിന്നെ എന്താ? 5th term is 54. 5-ാം ടേം നമുക്ക് തന്നിട്ടുണ്ട് 54. അപ്പോൾ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ആ പഠിച്ച ക്ലൂ വെച്ച് എന്താ? കോമൺ ഡിഫറൻസ് കാണാതെ ഇതിനെ ഇതുകൊണ്ട് കുറയ്ക്കുക, ഇതിനെ ഇതുകൊണ്ട് കുറയ്ക്കുക. 54 മൈനസ് 65 അത് ഓർത്തോണേ കേട്ടോ. എന്താ? രണ്ടാമത് കിടക്കിൽ നിന്നാണ് 1-ാമത് കിടക്കുന്നത് കുറയ്ക്കുന്നത് ഓർത്തോട്ടെ നിങ്ങളെ. 5th ടേം മൈനസ് 4th ടേം. 5th ടേം മൈനസ് 4th ടേം എന്ന് വെച്ചാൽ 5 - 4 കണ്ടോ. ഇനി 5th ടേം എന്ന് പറയുന്നത് എത്ര? 54. 4th ടേം എന്ന് വെച്ചാൽ 65. 54-ൽ നിന്ന് 65 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? തിരിച്ചിട്ട് കുറച്ചു. എന്നിട്ട് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് എന്ന സൈൻ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് -11 ആണ് ഇവിടുത്തെ D കിട്ടിയത്. കോമൺ ഡിഫറൻസ് 11 ആണ് കിട്ടിയത്. ഓക്കെ ആണോ? മൈനസ് വന്ന എന്തുകൊണ്ടാണ്? ചെറിയ സംഖ്യ, ഇത് വലിയ സംഖ്യ കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ 65-ൽ നിന്ന് 54 കുറച്ചു, തിരിച്ചിട്ടാണ് കുറച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ -11. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മുമ്പ് പറഞ്ഞ പോലെ വരയിട്ട് ബാക്കിലോട്ട് 11 വീതം കുറച്ച് നമുക്ക് എഴുതാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ആ ഇക്വേഷൻ വെച്ച് തന്നെ നോക്കൂ നിങ്ങളെ. ഫസ്റ്റ് ടേം = 1-ാം പദം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന എത്രാം പദമാണ്? 4th ടേം. അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു ഏതാ? 4 എടുക്കുന്നെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകെ കിടക്കുന്ന 4ൻ്റെ 1 കുറച്ചാൽ 3 × D ആണ്. 4-ാം പദം 65 ആണ്. മൈനസ് 3 × D നമുക്കിപ്പോൾ കിട്ടി -11. 65 അധികം 3 × 11 -3 × -11 കുഞ്ഞുങ്ങളെ. നിങ്ങൾ ആ സൈൻ നല്ലപോലെ നോക്കിക്കോണേ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാം, എന്നാലും ഞാൻ പറയുക. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് പ്ലസ് വന്നത്? ഇവിടെ മൈനസ് അല്ലേ? എന്തുകൊണ്ടാണ് പിന്നെ ഇവിടെ പ്ലസ് വന്നതെന്നൊരു ചോദ്യം നിങ്ങൾക്ക് കാണും. എന്തുകൊണ്ടാണ്? -3 × -11 ആണ്. അതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ പ്ലസ് ആയിട്ട് മാറി. 3 × 11 33 ആണ്. 65-ൻ്റെ കൂടെ 33 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം
കിട്ടി 98. ഈ 98ൻ്റെ കൂടെ -11 -11 വെച്ചാൽ എന്താ കുറയ്ക്കുക എന്നല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ കുറച്ചപ്പോൾ 87 കിട്ടി. 87 നിന്ന് 11 കുറച്ചപ്പോൾ 76, 76 നിന്ന് 11 കുറച്ചപ്പോൾ 65, 54 ഇങ്ങനെ പോവും കേട്ടോ. ഓക്കെ ആണോ? സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ 5ാം പദം എത്ര കുഞ്ഞുങ്ങളെ? ഓക്കെ, ഇത് 1ാം പദം, ഇത് 2ാം പദം, ഇത് 3, ഇത് 4, 5. നമ്മുടെ ചോദ്യത്തിൽ 5ാം പദം 54 അല്ലേ? 5ാം പദം 54, 4ാം പദം 65, 4ാം പദം കണ്ടോ കിട്ടിയണ്ടോ? അപ്പം ഓക്കെ ആണോ? അടുത്ത നോക്കിക്കേ, വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദി അരിത്മെറ്റിക്? 25ാം പദം കണ്ടുപിടിക്കണം. ഇതുവരെ നമുക്ക് എന്താ 2 എണ്ണം തന്നിട്ട് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പവഴി നമ്മൾ പഠിച്ചു കേട്ടോ. ഈ ഒരു ക്ലൂ ഓർത്ത് വെച്ചേക്കണേ. ഫസ്റ്റ് ടേം കാണാനും അറിയണേ. ഇനിയിപ്പം സെക്കൻഡ് ടേം ആണെങ്കിൽ എന്തോ ചെയ്യണം? സെക്കൻഡ് ടേം ആണെങ്കിൽ തന്നിരിക്കുന്നതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂടെ കൂട്ടുക എന്നുള്ളത് കേട്ടോ. 98ൻ്റെ കൂടെ അങ്ങനെ നമ്മൾ എഴുതിയേക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്? 25ാം പദം കണ്ടുപിടിക്കണം കുഞ്ഞുങ്ങളെ. നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഏതാ? 1, 11, 21 എക്സെട്ര. ഡോട്ട് ഇട്ട് അറിയത്തില്ല. അപ്പം നമുക്ക് ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട്, സെക്കൻഡ് ടൈം തന്നിട്ടുണ്ട്, തേർഡ് ടൈം. അപ്പോൾ സെക്കൻഡ് ടൈം തന്നിട്ടുണ്ട്. സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കുറച്ചാൽ നമുക്ക് ആരെ കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ ആണോ? അത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 25ാം പദം കാണാൻ അറിയാമല്ലോ. അപ്പം നമുക്ക് എത്ര കിട്ടിയേ? കോമൺ ഡിഫറൻസ് 10 കിട്ടി. അപ്പോൾ നോക്കിയേ, കോമൺ ഡിഫറൻസ് 10 കിട്ടി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? 25ാം പദം കാണാൻ മുമ്പ് ഞാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് പഠിച്ച് വെച്ചേക്കണേന്ന്. എന്താ പറഞ്ഞാൽ a+n-1 × d എന്നുള്ള ഇക്വേഷൻ എത്രാം പദമാണെന്ന് കാണാൻ. എത്രാം പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 25ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ a എന്ന് പറയുന്നത് എന്താ? ഈ ഇക്വേഷൻ അറിയണേ. ഫസ്റ്റ് പദം അല്ലേ? 1ാം പദം എന്നാണ് എ ഉദ്ദേശിക്കുന്നത്. 1 പ്ലസ് n എത്രാം പദം? 25 -1 n എന്നുള്ളിടത്തെല്ലാം 25 ആണ്. 25 22 ഡി എത്ര നമുക്ക് കിട്ടിയത്? 10 ആണ്. ഓക്കെ ആണോ നിങ്ങളെ? ഇനി 1 പ്ലസ് 25 1 പോയ 24 ആണ്. ഇൻറ്റു 10 ആണ്. 1 പ്ലസ് 24 ഇൻറ്റു 10 എത്ര നിങ്ങളെ? 240 ആണ്. 240 പ്ലസ് 1 241 ആണ് കേട്ടോ. 25ാം പദം വരുന്നത്. 25ാമത്തെ പദം എത്ര ആണെന്ന് നമ്മളോട് ചോദിച്ചത്. 25 ഇങ്ങനെ ഇത് ഒന്നാമത്തെ ടേംസ്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തെ പദം അല്ലേ? അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ 25ാമത്തെ പദം ഏതാവും നിങ്ങളെ? 241 ആണ്. ഓക്കെ ആണോ? അടുത്ത് നോക്ക്. ദ 10th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 46. 10ാം പദം നമുക്ക് തന്നിട്ടുണ്ട്. 11ാം പദം 51. ഇത് തന്നെ ആവണമെന്നൊന്നുമില്ല കുഞ്ഞുങ്ങളെ. ഇതൊക്കെ ചുമ്മാ ഓരോ എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ വേറെ ക്വസ്റ്റ്യനുകളാണ് കേട്ടോ ടെസ്റ്റ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ 25ാം പദം 38, 45 ഇങ്ങനെയൊക്കെയാ തന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഈ മെത്തേഡ് അങ്ങ് ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. അല്ലാതെ ഇത് കാണാതെ പഠിച്ചുകൊണ്ടൊന്നും പോകേണ്ട കാര്യമില്ല. പരീക്ഷയ്ക്ക് ഇത് കാണാതെ പഠിച്ചുകൊണ്ടൊന്നും ആരും പോകണ്ട. കാരണം എന്താ? ഈ മോഡലിൽ കാരണം ക്വസ്റ്റ്യൻ വേറെ തിരിച്ചും മറിച്ചും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ കണക്ക് ഒരിക്കലും കാണാതെ പഠിച്ചുകൊണ്ട് പോലെ നിങ്ങൾ കേട്ടോ. മോഡലുകൾ ഓരോന്നും പഠിക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നാണ് പഠിക്കേണ്ടത് കേട്ടോ. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണാതെ 10ാം പദം ഇത് വന്നു കഴിഞ്ഞാൽ 11ാം പദം അതാന്ന് പറഞ്ഞത് ഒരിക്കലും കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത് കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ മോഡൽ ഇതേലെ ഒരു മോഡൽ ഇപ്പോൾ 10ാം പദവും ഇത് നോക്കൂ കുഞ്ഞുങ്ങളെ. ഇവിടുത്തെ പ്രത്യേകത എന്താ? അടുത്തടുത്ത 2 കോൺസിക്യൂട്ടീവ് നമ്പർ, അടുത്തടുത്ത 2 നമ്പറുകളാണ് തന്നിരിക്കുന്നത്. 10ഉം 11ഉം. 10ാം പദവും 11ാം പദവും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1ാം പദവും 2ാം പദവും ഒക്കെ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. ആ ഒരു ക്ലൂ ഓർത്താൽ മതി. അപ്പം നമ്മൾ ആദ്യം എന്ത് കാണണം? നമുക്ക് ഫസ്റ്റ് ടൈം എന്താണെന്ന് തന്നിട്ടില്ല, സെക്കൻഡ് ടൈം തന്നിട്ടില്ല അല്ലേ? അപ്പോൾ പെട്ടെന്ന് നമ്മൾ അടുത്തടുത്ത 2 എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കാണുക എന്നാണ്. മനസ്സിലായോ? അടുത്തടുത്ത 2 എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ പറ്റത്തുള്ളൂ നിങ്ങളെ. അപ്പം ഡി കാണുക. അടുത്തടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? നമ്മളെപ്പോഴും 2ാം പദത്തിൽ നിന്നൊന്നും 1ാം പദമാണ് കുറയ്ക്കേണ്ടത്. ഇവിടുത്തെ 2ാം പദം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11th ടേം മൈനസ് 10th ടേം എത്ര? 51 - 46 / 11/10. ഈ ഒരു ക്ലൂ ഓർത്താൽ മതി. 51 നിന്ന് 46 പോയാൽ 5 ആണ്. 5/1 എന്ന് വെച്ചാൽ 5 ആണ്. നിങ്ങൾ ചോദിക്കും ഈ 1 എന്താ വേണ്ടായോ എന്ന് കേട്ടോ. 5/1 അർത്ഥം എന്താ നിങ്ങളെ? 5 ആണ് കേട്ടോ. ഓക്കെ ആണോ? 5. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ? നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി, ഡി കിട്ടി. ഇനി എന്താ? ഫസ്റ്റ് ടൈം ആണ് അല്ലേ? ഫസ്റ്റ് ടൈം ആണെങ്കിൽ എന്തോ ചെയ്യണം? നമ്മൾ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ടൈം ഏതാ? 10ാം പദം. അപ്പം 10ാം പദം മൈനസ് അതിൻ്റെ തൊട്ട് പുറകെ കിടക്കുന്ന 9 × d. എത്രാം പദമാണോ നമുക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ തൊട്ട് പുറയിൽ കിടക്കുന്ന സംഖ്യ വെച്ച് വേണം ഡി എ ഇൻറ്റു ചെയ്യാൻ കേട്ടോ. 25ാം പദവാ കാണണമെന്നുണ്ടെങ്കിൽ
25 ആണെങ്കിൽ ഇവിടെ 24 വരുന്നത് കേട്ടോ. അതിൽ നിന്ന് ഏതാണോ നമ്മളിവിടെ ഫസ്റ്റ് ഈ തന്നിരിക്കുന്ന ടേം അതിൽ നിന്ന് ഒന്ന് കുറച്ച് വേണം ഇവിടെ എഴുതാൻ. അത് തെറ്റല്ലേ. ഇവിടെ നമുക്ക് 10ാം പദം നമുക്ക് തന്നിട്ടുണ്ട് 46 46 മൈനസ് 9 ഇൻറ്റു ഡി നമുക്കിപ്പോൾ കിട്ടി 5. 46 മൈനസ് 95 45 46 1. ഫസ്റ്റ് ടേം നമുക്കപ്പോൾ എത്ര ആവും നിങ്ങളെ? 1 ഫസ്റ്റ് ടേം. 1ാം പദം 1. അപ്പോൾ 2ാം പദമോ അതിൻ്റെ കൂടെ 5 കൂടെ കൂട്ടിയാൽ മതി. കാരണം കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടിയായിരുന്നു 5. 1ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 6. 6ൻ്റെ കൂടെ വീണ്ടും 5 കൂടെ കൂട്ടിയാൽ 11. 11ൻ്റെ കൂടെ 5 കൂടെ കൂട്ടിയാൽ 14. നമ്മുടെ അടുത്ത് എത്ര എണ്ണമാണോ എഴുതാൻ ചോദിക്കുന്നത് അത്ര എണ്ണം എഴുതുക എന്നുള്ളതാണ് കേട്ടോ. മനസ്സിലായോ? ഫസ്റ്റ് ടൈം നമുക്ക് 1 കിട്ടിയാൽ സെക്കൻഡ് ടൈം അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂടെ കൂട്ടുക. അടുത്ത അതിൻ്റെ കൂടെ കിട്ടിയതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂടെ കൂട്ടുക. കിട്ടിയതിൻ്റെ കൂടെ അങ്ങനെ എഴുതുക എന്നുള്ള. ഇപ്പോൾ പിടികിട്ടിയോ? ഓക്കെ ആണോ? അടുത്ത് നോക്കി കുഞ്ഞുങ്ങളെ, വാട്ട് ഈസ് ദ 21st ടേം ഓഫ് തരം? 21ാം പദം കണ്ടുപിടിക്കുക. 100 95 90 100 95 90. ഇതാണ് നമ്മുടെ അരിത്മെറ്റിക് പാറ്റേൺ സീക്വൻസ് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് 1ാം പദവും 2ാം പദവും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഡി കാണുന്നത് എങ്ങനെയാണ് അല്ലേ. 1ാം പദവും 2ാം പദവും തന്നു കഴിഞ്ഞാൽ ഡി കാണാൻ നമുക്കറിയാം അല്ലേ. 3ഉം അടുത്തടുത്ത് 2 തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ നമുക്ക് എങ്ങനെയാണ് ഡി കാണുന്നതെന്ന്. എന്താ 95 100 കുറയ്ക്കുക അല്ലെ 90 95 കുറയ്ക്കുക അല്ലേ. എങ്ങനെ ഇതിലിട്ട് കുറച്ചാലും നമുക്ക് -5 വരുന്നത് അല്ലേ. കാരണം എന്താ 100 5 കുറച്ചപ്പോഴാണ് 95 വന്നത്. 95 5 കുറച്ചപ്പോഴാണ് 90. അപ്പോൾ എന്താ -5 നമുക്ക് ഡി വന്നത്. ഇനി നമ്മളടുത്ത് 21ാം പദം കാണാനാണ് പറഞ്ഞത്. നമ്മൾ ഈ ഇക്വേഷൻ ഓർത്തോണേ നിങ്ങളെ. 21ാം പദം അല്ലേ. 21ാം പദം എന്ന് പറയുമ്പോൾ നമ്മളെന്താ 7 അവിടെ 21 ഇടുക. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഈ എ 100 പ്ലസ് n-1 ഇൻറ്റു n എന്ന് പറയുന്നത് 21 -1 ഇൻറ്റു ഡി നമുക്ക് -5 കിട്ടിയത്. -5. അപ്പം 20 ഇൻറ്റു 5 എത്ര? 100 പ്ലസ് ഇൻറ്റു മൈനസ് ആണ്. അത് ഈ സൈൻ ഓർത്തോണേ കേട്ടോ. എന്താ ഈ സൈനുകൾ ഓർത്തോണേ നിങ്ങൾ. ഇവിടെ ഒരു -5 ഉണ്ടേ കേട്ടോ. 21 1 പോയാൽ 20 -5 പ്ലസ് 20 ഇൻറ്റു മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ്. നോക്കിയേ, ഒരു 100 പോസിറ്റീവും ഒരു 100 നെഗറ്റീവുമാണ്. ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ കുറയ്ക്കുക. നോക്കിയേ, 100 100 പോയാൽ 0. അപ്പോൾ ആൻസർ എന്താ നിങ്ങളെ? 0 ആണ് അവിടുത്തെ എത്രാം പദം? 21ാമത്തെ പദം അവിടെ 0 വരുന്നതെന്നാണ് പറയുന്നത്. 100 സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്. 1 2 3 അങ്ങനെ പോകുമ്പോൾ 90 85 80 75 70 എന്നും പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താ 0 ലാസ്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. ദ 10th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 56. 11th ടേം 51. നമുക്ക് ഫസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും ഫസ്റ്റ് 5 സീക്വൻസും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കാണാപ്പാടാണ്. ഇതേലെ കണക്ക് എപ്പോൾ തന്നാലും ഇപ്പോൾ ചെയ്യാൻ നിങ്ങൾ പഠിച്ചില്ലേ കുഞ്ഞുങ്ങളെ അല്ലേ. നമുക്കിനി അടുത്ത ഇതിനകത്തിൽ സമ്മ് കാണാൻ പഠിക്കണം കേട്ടോ. കൂട്ടുന്നത് ഇത് തങ്ങളിൽ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ടൈം പഠിക്കണം. ഇപ്പോൾ ഇതിനകത്തിലെ ഡിഫറൻസ് കാണാൻ പഠിച്ചു അല്ലേ. നമ്മൾ കോമൺ ഡിഫറൻസ് കാണാൻ പഠിച്ചു. അതായത് ആദ്യത്തെ ടൈമും 2ാമത്തെ ടൈമും ഒന്നും തന്നില്ലെങ്കിൽ നമ്മൾ അത് കാണാൻ പഠിച്ചു അല്ലേ. മിഡിൽ ടേമുകൾ കഴിഞ്ഞ പാർട്ടി തന്നിട്ടുണ്ട്. മിഡിൽ എന്ന് വെച്ചാൽ നടുക്ക് ഏതെങ്കിലും തന്നിട്ടില്ല, അടുത്തടുത്തൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് കാണാനൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പം എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ കണ്ടുപിടിച്ചു. 25ാമത്തെ പദം കണ്ടുപിടിക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാൻ അറിയാമേ കേട്ടോ. എൻ്റെ ഈ 4 ലിങ്ക് കണ്ടവർക്ക് ഇത് ഇത്രയും അറിയാമെന്ന് എനിക്കറിയാം കുഞ്ഞുങ്ങളെ. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഡി കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം തന്ന 11th ടേമിൽ നിന്ന് 10th ടേം കുറയ്ക്കണം. അപ്പം നമുക്ക് 51 56 കുറയ്ക്കാൻ പറ്റുമോ? ചെറിയ സംഖ്യ എന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ -5 അവിടെ വന്നത് കേട്ടോ. എന്താണ്ടാ 51 56 പോകത്തില്ല കുഞ്ഞുങ്ങളെ. അപ്പം തിരിച്ചിട്ട് 56 51 കുറച്ചപ്പോൾ 5 -5. ഓക്കെ ആണോ? അപ്പം നമുക്ക് ഡി കിട്ടി -5. ഇനി നമുക്ക് എന്താ ഫസ്റ്റ് ടൈം കാണാനല്ലേ പറഞ്ഞത്. ഫസ്റ്റ് ടൈം കാണാൻ എന്തോ ചെയ്യണം? നമുക്ക് എത്രാമത്തെ ടൈമാ തന്നെ? 10ാമത്തെ ടൈം. 10ൻ്റെ 1 കുറച്ചാൽ 9 ഇൻറ്റു ഡി. 56 -9 ഇൻറ്റു 5. 56 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ഇവിടെ പ്ലസ് വന്ന എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഈ എല്ലായിടും മിക്കവാറും അവിടെ ആയിരിക്കും തെറ്റുന്നത്. കാരണം ചാടി കയറി അവിടെ -ഇട്ട് വെക്കും കേട്ടോ. അങ്ങനെ ഇട്ട് വെക്കല്ലേ കേട്ടോ. ഇവിടെ എന്താ നിങ്ങളെ -9 ഇൻറ്റു -5 =
45 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് 4. അപ്പോൾ 56ൻ്റെ കൂടെ 45 കൂടെ കൂട്ടുമ്പോൾ 101. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി 101. ആ 101ൻ്റെ കൂടെ -5 -5 വെച്ചാൽ എന്താ, -5 കുറയ്ക്കുക. 101ൽ നിന്ന് -5 കുറച്ചാൽ 96 ആണ്. 96ൽ നിന്ന് വീണ്ടും -5 കുറച്ചാൽ 91 അല്ലേ? ഇത് എഴുതിയിട്ടുണ്ട്. 101 അതിന് -5 പോയി കഴിഞ്ഞാൽ 96, -5 പോയാൽ 91, -5 86, -5 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് വന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് വരണമെന്ന് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ അരിത്മെറ്റിക് ഫസ്റ്റ് 5 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്ത പാർട്ടിൽ സമ്മും കൂടെ പഠിച്ചിട്ട് നമുക്ക് ആ ഒരു പാർട്ട് വിട്ടിട്ട് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം നിങ്ങൾ കേട്ടോ. സമ്മും കൂടെ പഠിച്ചാൽ മതി നിങ്ങൾ ഇതിനകത്തിൽ കേട്ടോ. ഓക്കെ ആണല്ലോ? എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. താങ്ക് യു നിങ്ങളെ, താങ്ക് യു.